അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖമായിരിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തന്നെ ആരോഗ്യ ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് കുറച്ച് കാര്യങ്ങളൊന്നുമല്ല കേട്ടോ, കുറേ അധികം കാര്യങ്ങൾ കുറച്ചായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. കാരണം നിങ്ങളെ ഒരുപാട് ആൾക്കാരുടെ കമൻറ്റുകളും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെ വോയിസും എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ആയി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. നിങ്ങളെല്ലാവരും തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ നോക്കുക. കാരണം നമ്മളൊക്കെ തന്നെ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ അനുഭവിച്ചു കൊണ്ടുവരുന്ന ഒരു മനുഷ്യന്മാരാണല്ലേ. അപ്പോൾ അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സൊല്യൂഷൻ എന്തൊക്കെ ചെയ്തിട്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്, എന്തെല്ലാം സന്ദർഭങ്ങളിലേക്കൂടി ഞാൻ കരഞ്ഞിരുന്നിട്ടുണ്ട്, എങ്ങനെയൊക്കെ ഞാൻ പ്രയാസപ്പെട്ടിട്ടുണ്ട്, ദുഃഖിച്ചിട്ടുണ്ട്, പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ വീഡിയോയിലേക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക. അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലേക്ക് കൂടി അറിയിക്കുക. ആദ്യം കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ഇതിന് വേണ്ടുന്ന പോലെ എല്ലാം നിങ്ങൾ ചെയ്യണം കേട്ടോ. വീഡിയോക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുക. എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാൻ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് പല രൂപത്തിലും പല കോലത്തിലും പല വിഷമത്തിലും അനുഭവിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ ഒരു പ്രചോദനമായിക്കോട്ടെ നമ്മുടെ ഒരു വീഡിയോ കൊണ്ട് എന്ന് കരുതിയിട്ടാണ് കേട്ടോ. കാരണം ഒരുപാട് സ്ത്രീകൾ തന്നെയാണ് എനിക്ക് വോയിസ് അയച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പല കമൻറ്റുകളും എൻ്റെ വീഡിയോക്ക് താഴെ വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകിച്ചൊന്നും നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനും വേണ്ടിയിട്ട് നിൽക്കുന്നത് കേട്ടോ. ഒരുപാട് ആൾക്കാർക്കുണ്ട് എന്തെങ്കിലും വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ വരുമ്പോൾ ജീവിതം മടുത്തു എന്ന് പറയുന്നത്. ഒരിക്കലും അങ്ങനെ പറയരുത്. കാരണം നമ്മൾ നല്ലത് മാത്രം അനുഭവിച്ച് ജീവിക്കാനുള്ളവരല്ല അല്ലേ. നല്ലതിന് ഒരു മോശം ഉണ്ടാവും. കാരണം നമ്മളായിട്ട് ചെയ്യുന്ന മോശമല്ല, അത് ഏതെങ്കിലും വിധത്തിൽ നമുക്ക് വന്ന് അനുഭവപ്പെടും. അപ്പോൾ അതൊക്കെ നമ്മൾ തരണം ചെയ്യാനുള്ള പ്രാപ്തി നമ്മളെ മനസ്സുകൊണ്ട് ഉണ്ടാക്കുക. അത് ഞാൻ പറഞ്ഞു തരുന്നത് പല കാര്യങ്ങൾ കൊണ്ടാണ്. നമ്മൾ ചെറുതിലൊക്കെ നമ്മൾ സ്കൂൾ പഠനമൊക്കെ കഴിഞ്ഞ് നമ്മൾ അല്ലെങ്കിൽ നമ്മളെ വളർത്തി വണ്ണം വെപ്പിച്ച് കൊണ്ടാന്ന് അവർക്ക് നമ്മുടെ മാതാപിതാക്കൾക്ക് ഉണ്ടാവില്ല ഒരു സങ്കല്പം അല്ലേ. നമ്മളെ മക്കൾ ഇങ്ങനെ ആകണം, നമ്മളെ മക്കൾ അതുപോലെ ജീവിക്കണം, നല്ല സമാധാനത്തോടെ ജീവിക്കണം, സന്തോഷമായിരിക്കണം, കണ്ണീര് കുടിക്കാൻ ഇടയാവരുതെന്നൊക്കെ നമ്മളെ മാതാപിതാക്കൾക്കും ഉണ്ടാവും ഒരു ചിന്ത. 100% ഉണ്ടാവും അല്ലേ, സ്വാഭാവികമാണ്. അങ്ങനെ തന്നെയാണ് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുള്ളൂ അല്ലേ. അപ്പം അതിലൊക്കെ തന്നെ അവർ നമ്മളെ കൊണ്ട് ചെന്ന് എത്തിച്ചൊരു വിവാഹ പ്രായത്തിലേക്ക് എത്തിക്കുമ്പോൾ അവിടെ വരുന്ന ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും പരാജയങ്ങളും കണ്ണുനീരും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും അല്ലേ. ഒരുപാട് അനുഭവിച്ച ഒരാളാണ് ഞാൻ കേട്ടോ. അപ്പം ഏതെല്ലാം പ്രയാസത്തിലേക്കൂടെ എന്തെല്ലാം പ്രയാസങ്ങളാണ് അനുഭവിച്ചതെന്ന് എല്ലാം വിശദീകരിച്ച് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം അത് ഒരുപാട് ലെങ്ത് വീഡിയോ ആയിപ്പോവും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഓരോ പാർട്ടായിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. എന്താണെന്ന് വെച്ചാൽ വിവാഹ ജീവിതം എന്ന് പറയുന്നത് എല്ലാവർക്കും അത് 100% വിജയത്തിലേക്ക് എത്തിക്കും എന്നുള്ളതിൽ യാതൊരു ഉറപ്പുമില്ല, യാതൊരു വാറൻറ്റിയും ഇല്ലാത്തൊരു സംഭവമാണ്. ഒരു ലക്കാണ് അല്ലേ. ജീവിതം എന്ന് വെച്ചാൽ നമുക്ക് ആരെയും തന്നെ ചൂഴ്ന്ന് നോക്കാൻ വേണ്ടി പറ്റില്ല. ഒറ്റ രാത്രി കൊണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മൾ കൂടെ ജീവിക്കാനുള്ള, മരണം വരെ കൂടെ ജീവിക്കാനുള്ള ഒരു ആഗ്രഹം മാത്രമേ നമ്മൾക്ക് മനസ്സിലുണ്ടാവും. അത് നല്ലൊരു ജീവിതമാകണമെന്ന് മാത്രമേ നമ്മളും ആഗ്രഹിക്കുള്ളൂ അല്ലേ. ആ വിഷമത്തിലും ബുദ്ധിമുട്ടിലും പേടിപ്പെടുത്തുന്നതുമായ ജീവിതം നീ നൽകല്ലേ അല്ലാന്നേ നമ്മൾ ദുആ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന ഒരുപാട് പ്രയാസങ്ങളിലൊക്കെ ഞാൻ അനുഭവിച്ച് വന്ന ഒരാളായതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇന്നത്തെ കാലത്ത് അന്നത്തെ അത്ര അനുഭവങ്ങളൊന്നും ഇല്ല. ഇന്ന് നമുക്ക് ഒന്നുമില്ലെങ്കിലും ഒരു ഫോൺ എടുത്ത് നോക്കിയാൽ തന്നെ പലരുടെയും വിഷമങ്ങൾ നമുക്ക് അറിഞ്ഞിട്ട് അതിനൊരു സോഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ നമുക്ക് അതിൽ കേൾക്കാൻ വേണ്ടി പറ്റും. നമ്മളെ സമാധാനപ്പെടുത്തുന്ന വാക്കുകളുണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഇന്ന് നമ്മൾ ചങ്ങാതിമാരോടായാലും എല്ലാം തുറന്ന് പറയും. പണ്ടത്തെ കാലം എന്ന് വെച്ചാൽ എല്ലാം തുറന്ന് പറയൂല, എല്ലാം ഒറ്റക്ക് സഹിക്കുക. മാതാപിതാക്കളെ വിഷമിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ വെച്ച് വിങ്ങലിച്ച് കണ്ണുനീര് കുടിച്ച് ഉരുകി തീരുന്ന ഒരു കാലഘട്ടങ്ങളിലാണ് നമ്മളൊക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നത്തെ കാലം. ഇന്ന് അതല്ല. ഇന്ന് കാലങ്ങൾ മാറി. ഒരുപാട് നല്ല ചിന്തകളിലേക്കൂടി നമുക്ക് ജീവിച്ച് വരാനുള്ള എല്ലാം തരണം ചെയ്തിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സന്ദർഭങ്ങളിലേക്കൂടിയാണ് നമ്മൾ ഇന്നെല്ലാവരും പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആരും തന്നെ മടുത്ത് എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾ ഉപയോഗപ്പെടുത്തരുത് കേട്ടോ. അപ്പം ഒരുപാട്
നമുക്കിന്ന് സൊല്യൂഷൻ തന്നെ ഉണ്ട്. കാരണം എന്തൊക്കെ നമുക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മളെ കണ്ണുനീരും വിഷമങ്ങളും പ്രയാസത്തിൽ നിന്നെല്ലാം നമ്മൾ രക്ഷപ്പെടാനുള്ളൊരു മാർഗ്ഗങ്ങളൊക്കെ ഇന്ന് നമ്മളെ മുന്നിൽ ഒരുപാടുണ്ട്. അന്നത്തെ കാലം എന്ന് വെച്ചാൽ അതൊന്നുമില്ല. വെറും എന്തെങ്കിലും പറയുമ്പം പേടിച്ച് വിറച്ചൊരു മൂലക്ക് കൂടി അനങ്ങാണ്ട് ഇരിക്കുന്ന സമയമല്ലാണ്ട് ഒരു മറുത്തൊരു വാക്ക് പറയാനുള്ളൊരു സന്ദർഭം പോലും നമ്മൾ ഉപയോഗപ്പെടുത്തൂല. അന്ന് അങ്ങനത്തെ കാലമാണ്. കാരണം അപ്പോൾ എല്ലാം ഒരു കണ്ണുരുട്ടി ഒരു കണ്ണ് മൊഴിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ പേടിച്ച് ഉരുക്കി തീർന്നു പോകും. അങ്ങനത്തെ ഒരു സന്ദർഭം എല്ലാം നമുക്ക് ഉണ്ടായത് കേട്ടോ. അതിലൊന്നൊക്കെ അൽഹംദുലില്ലാ ഇപ്പോൾ എല്ലാത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ടതെന്ന് പറയാൻ നമുക്ക് നമ്മുടെ ഖുർആൻ മാത്രം ഉള്ളത് കൊണ്ടാണ്. അത് എന്താണ് ഞാൻ ഓതിയത്, ഏതൊക്കെയാണ് ഞാൻ ഓതിയതെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക. ഞാനില്ലേ ഒരുപാട് മക്കളെ നിങ്ങളെക്കാളും അനുഭവിച്ച ഒരു വ്യക്തിയാണ്. ഒരുപാട് പരാജയപ്പെട്ടൊരു വ്യക്തിയാണ്. കാരണം ആരുമില്ല, ഒരു ഹെൽപ്പിന് ആരുമില്ല, സഹായത്തിന് ആരുമില്ല, ഒരു സമാധാനമുള്ള വാക്കുകൾ പറയാൻ പോലും എനിക്ക് ആരും ഉണ്ടായിട്ടില്ല. ഞാൻ മാത്രം, ഞാനും എനിക്കൊരു കുട്ടിയും ഉണ്ടായ സമയത്ത് ഞാൻ അങ്ങേയറ്റം ഞാൻ വിഷമിച്ചിട്ടുണ്ടായിന്. കാരണം സ്വർണ്ണങ്ങളൊക്കെ കഴിഞ്ഞു അല്ലേ, പൈസ ഒക്കെ കഴിഞ്ഞു. അപ്പം യാതൊരുവിധ നമുക്ക് ചിലവ് എന്ന് പറയുന്ന സന്ദർഭങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് ഞാനെടുത്തൊരു മനോധൈര്യം അള്ളാഹു എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഞാൻ ഒരാളെ മുന്നിൽ പോയി ഒരു 10 രൂപ, 1 രൂപക്ക് ഞാൻ കൈ നീട്ടാനുള്ള ഒരു ഇട എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം എന്താണെന്നറിയോ, ഞാൻ മനക്കെട്ടി ഉപയോഗിച്ച്, തൻ്റെ ഇടം ഉപയോഗിച്ച്, ധൈര്യം സംഭരിക്കാനുള്ളൊരു മനസ്സ് തരണേന്ന് മാത്രം ഞാൻ അള്ളാഹിനോട് ദുആ ചെയ്ത്, അള്ളാഹുവേ നീ എന്നെ കൈവിടല്ല എന്നുള്ള ഉദ്ദേശം മാത്രം, അങ്ങനെ മാത്രം ദുആ ചെയ്തിട്ടാണ് ഞാൻ ഓതി വന്നിട്ടുണ്ടായത്. എന്തെന്നറിയോ, മഗ്‌രിബ് ഇശായിൻ്റെ ഉള്ളിൽ നമസ്കാരത്തിന് ശേഷം ഞാൻ സൂറത്തുൽ യാസീൻ ഓതും, അതിനുശേഷം അഅ്ലമുസ്സലാത്ത് ഓതും, അതിനുശേഷം നൂറുൽ ഈമാൻ ഓതും. ഇതൊക്കെ ഓതിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ബാക്കിയുള്ള പരിപാടിയൊക്കെ നോക്കുള്ളൂ. കാരണം എനിക്ക് രാത്രി ഞാൻ ഒറ്റയ്ക്ക് ജോലി ചെയ്തിട്ട് രാവിലെ ആകുമ്പോഴേക്ക് ഹോട്ടലുകളിലൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സാധനം എനിക്ക് എത്തിക്കാനുണ്ട്. കാരണം എനിക്ക് ഒരു ഇടം കൈക്ക് വലം കൈ ഇല്ല, എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തരണം ചെയ്യേണ്ട ഒരു സന്ദർഭം എനിക്ക് ഉണ്ടായിട്ടുണ്ട് മക്കളെ. അതുകൊണ്ട് അന്ന് പറയുന്ന ഒരു ഉടുതുണിക്ക് മറുതുണി വാങ്ങിത്തരാൻ ഒരാളില്ല, ഒരു ചികിത്സൻ്റെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ ഒരാളില്ല, ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിത്തരാൻ ഒരാളില്ല. എല്ലാവരും ഉണ്ടായിരുന്നു, പക്ഷെ അവർക്ക് അവരുടേതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയാണ്. എല്ലാവർക്കും ജീവിത പ്രാരാബ്ധമാണ് അന്ന്. ഇന്നത്തെ പോലെയല്ല. പക്ഷെ അന്നത്തെ കാലത്ത് ഞാൻ മാത്രം സ്വയം തീരുമാനിച്ചു ജോലി ചെയ്ത് ജീവിക്കാം, ആരെയും ആശ്രയിക്കണ്ട, വരുന്നതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളൊരു തീരുമാനത്തിൽ എൻ്റെ എല്ലാ സ്വർണ്ണങ്ങളൊക്കെ നഷ്ടപ്പെട്ടതിന് ശേഷം ഞാൻ ഒറ്റ മനോധൈര്യത്തിലെടുത്ത തീരുമാനം കൊണ്ട് ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങി. ചെറിയ കുഞ്ഞിനെ വെച്ചിട്ട്, ചെറിയ കുഞ്ഞിനെ വെച്ചാൽ 6 മാസം പോലും തികയാത്ത കുഞ്ഞിനെ വെച്ചിട്ടാണ് ഞാൻ ജോലി ചെയ്തിട്ടുണ്ടായത്. ഒറ്റയാൽ പോരാട്ടം എന്ന് പറയൂലേ, ജീവിതത്തിൽ ഇടത്തും വലത്തും നോക്കുമ്പോൾ ആരുമില്ല, താഴെ നോക്കുമ്പോൾ ഭൂമി, മേലെ നോക്കുമ്പോൾ ആകാശം. എനിക്കുള്ളത് എൻ്റെ റബ്ബ് മാത്രമാണ്, എന്നെ പടച്ച എൻ്റെ റബ്ബ് മാത്രം. എല്ലാ സമയത്തും ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് ഞാൻ പൊട്ടിക്കരഞ്ഞ ദിവസങ്ങളും സന്ദർഭങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്ത് തെറ്റാണ് റബ്ബെ ഞാൻ ചെയ്തത്, ഞാൻ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, എന്നെ എന്തിനാണ് ഇങ്ങനെ കണ്ണീര് കുടിപ്പിക്കുന്നതെന്ന്. പക്ഷേ എല്ലാം ഞാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഞാൻ അള്ളാഹുവിനോട് പറയും, എന്നെ നീ കൈവിടല്ലേ അല്ലാ, എന്നെ നീ ഒരു മോശ പ്രവൃത്തിയിലെത്തിക്കല്ലേ അല്ല, എന്നെ പരാജയപ്പെടുത്തല്ലേ അല്ല, എനിക്ക് നല്ല വഴി കാണിച്ചു തരണം, നന്മ മാത്രമേ എൻ്റെ മനസ്സിലുണ്ടാകാൻ പാടുള്ളൂ അല്ല എന്ന് ഞാൻ എപ്പോഴും ദുആ ചെയ്യും. അതുപോലെ തന്നെ ചെറിയൊരു കുഞ്ഞിനെ വെച്ചിട്ട് ഞാൻ ഒറ്റക്ക്, വീടില്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, വീടില്ല, വീട്ടിൽ നിന്ന് വാടക കൊടുത്തുകൊണ്ട് തന്നെ ഞാൻ ജോലി ചെയ്ത് ഞാനും കുട്ടിയും ജീവിച്ചു. എനിക്ക് രാവിലത്തെ പലഹാരങ്ങൾ ഹോട്ടലുകളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഹെൽപ്പിന് അപ്പുറവും ഇപ്പുറമുള്ള എൻ്റെ റൂമിൻ്റെ വാടകയ്ക്ക് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, അവർക്കൊക്കെ ശമ്പളം കൊടുക്കണം. ഇങ്ങനെയൊക്കെ ചെയ്തു വന്നൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഞാൻ എല്ലാം സമ്പാദിച്ച് പോയ സ്വർണ്ണങ്ങളൊക്കെ തന്നെ വീണ്ടും ഞാൻ സ്വരൂപിച്ച് കൂട്ടി. ഉറുമ്പ് ഓരോ മൺതരി സ്വരൂപിക്കുന്നത് പോലെ, സൂക്ഷിച്ച് കൊണ്ടിരുന്നത് പോലെ ഞാൻ ചിലവ് എന്താ പറയുക, ആർഭാടമായി ജീവിക്കാതെ അത്യാവശ്യത്തിന് വേണ്ടുന്ന സാധനങ്ങൾ മാത്രം മേടിച്ച് അതുണ്ടാക്കി കഴിച്ച് എല്ലാം
കറണ്ടിൻ്റെ പൈസ പോലും ഞാൻ കൂടുതൽ ഉപയോഗിക്കാതെ ഒന്നിനും ഞാൻ എന്താ പറയുക ആർഭാടമില്ലാതെ ജീവിച്ച് ഞാനെല്ലാം ഉണ്ടാക്കി വന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് അൽഹംദുലില്ലാ ഞാൻ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ എവിടെയെങ്കിലും ഒരു ജോലിയിൽ ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും ഞാൻ ജോലി ചെയ്ത് ജീവിക്കുക എന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടാവില്ല. ഞാൻ ആരെങ്കിലും ആശ്രയിക്കും. എനിക്ക് ആ ആശ്രയം വേണ്ട. എനിക്ക് എൻ്റെ റബ്ബിൻ്റെ ആശ്രയം മതി. എനിക്ക് എന്നെ പഠിച്ച അള്ളാഹു ഉണ്ടാവില്ല, അതിൻ്റെത് മാത്രം മതി എന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെ മുന്നോട്ട് ഞാൻ കൊണ്ടുപോയി. എല്ലാം എനിക്ക് പോയതെന്താണോ അതൊക്കെ എനിക്ക് തിരിച്ചു കിട്ടി. എൻ്റെ ഭർത്താവിന് എനിക്ക് തിരിച്ചു കിട്ടി. ഒക്കെ ഇല്ലാത്ത ഒരുപാട് സന്ദർഭങ്ങളുണ്ടായിന്. എൻ്റെ കഥ കേട്ടാൽ നിങ്ങളതൊന്നും ചെറിയ കഥയാണ്. കാരണം എൻ്റെ കഥ അതിനേക്കാളും 100 ഇരട്ടി അതികഠിനമായ കഠോരമായ ഒരവസ്ഥയിലേക്കൂടി വന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളൊക്കെ തന്നെ അള്ളാഹുവിനെയും റസൂലിനെയും മുറുക്കെ പിടിക്കുക, ആത്മാർത്ഥമായി വിശ്വസിക്കുക. ഇത് 1 ദിവസവും 2 ദിവസവും ചെയ്യേണ്ട കാര്യമല്ല കേട്ടോ. നമ്മളെ മനസ്സിൽ എപ്പോഴും തന്നെ നമുക്ക് എല്ലാ ഉയർച്ചയും ഉണ്ടാവണേ, പരാജയപ്പെട്ടു പോയ സ്ഥലത്തു നിന്നൊക്കെ നമ്മൾ വിജയത്തിലേക്ക് എത്തിക്കണേ എന്ന് മനസ്സിൽ ഉദ്ദേശിച്ചു കൊണ്ട് തന്നെ നമ്മളിത് ഓതുകയാണെങ്കിൽ, അതുപോലെ തന്നെ സുബഹി നമസ്കാരത്തിന് ശേഷം നമുക്ക് ജോലി തിരക്കാണെങ്കിൽ ഓതാൻ ഒട്ടും സമയമില്ലെങ്കിൽ നമ്മൾ എന്താ ഓതേണ്ടതെന്ന് വെച്ചാൽ സൂറത്തുൽ ഫാത്തിഹ ഓതുക. അത് കഴിഞ്ഞ് നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതാൻ സമയമുണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ നമ്മൾ ഓതുക. ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ജോലി സമയമാണെങ്കിൽ അതിന് സമയം നമുക്ക് കിട്ടൂല. അപ്പം എന്താ ചെയ്യേണ്ടത്, ഇഖ്ലാസ് ഓതുക. 3 ഇഖ്ലാസ് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ ഓതുക. നമുക്കത് മുസാഫ് എടുക്കണമെന്നില്ലല്ലോ. എന്നിട്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. സുബഹി നമസ്കാരത്തിന് ശേഷം ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ തന്നെ എനിക്ക് പർച്ചേസ് ചെയ്യാൻ പോകാനുണ്ട്. കാരണം എനിക്ക് ജോലി ചെയ്യേണ്ടതായ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരാനുണ്ട്. അതിൻ്റെ പർച്ചേസിങ്ങിന് പോകണം, വീട് വൃത്തിയാക്കണം, നമ്മുടെ ആഹാരങ്ങൾ ഉണ്ടാക്കണം, നമുക്ക് കഴിക്കാനുള്ളതെല്ലാം ഉണ്ടാക്കണം. അതുപോലെ തന്നെ മോളെ നോക്കണം, പരിചരിക്കണം. ഒക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ്. കാരണം ഹെൽപ്പിന് ആരുമില്ല, ആരും ഒരു സഹായത്തിന് വന്ന് നിൽക്കാനൊരാളില്ല. കാരണം എൻ്റെ കൂടെ എൻ്റെ പഠിച്ച റബ്ബും കണ്ണുനീരും മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ. ഒറ്റക്കാകുന്നതുകൊണ്ട് എല്ലാം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചല്ലോ എന്ന്. കാരണം നിഷ്കളങ്കമായ സമയത്ത് കല്യാണം കഴിപ്പിച്ചു. കല്യാണം കഴിച്ചതിന് ശേഷം ഇങ്ങനൊരു അവസ്ഥ വരുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ ഓർത്തിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ എനിക്ക് കടന്നു പോയിട്ടുണ്ട്. നമ്മളൊരു ആളെ കൂടെ ഇഷ്ടപ്പെട്ടിട്ട് ഒളിച്ചോടി പോയിട്ടോ ഒന്നുമല്ല. അറേഞ്ച് മാരേജ് അല്ലേ, ബാപ്പയും ഉമ്മയും തിരഞ്ഞെടുത്തൊരു പുരുഷനെ കല്യാണം കഴിപ്പിച്ച് നിക്കാഹ് ചെയ്ത് തന്നതിൽ വന്ന പരാജയം, വിജയമല്ല ഉണ്ടായി. ആരെയും പഴിചാരാൻ വേണ്ടി നിന്നിട്ടില്ല. ഉമ്മാനോടും ഉപ്പാനോടും സംസാരിച്ചിട്ടില്ല. എങ്ങനെയാണ് ഞാൻ കഷ്ടപ്പെടുന്നതെന്ന് ഞാൻ അറിയിച്ചിട്ടില്ല. ഞാൻ എല്ലാവരേക്കാളും അന്തസ്സായിട്ട് ഞാൻ ജീവിച്ച് ഞാൻ ജീവിതം കാണിച്ചു കൊടുത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എവിടെയും നിങ്ങൾ തളരണ്ട. എന്തൊക്കെ അസുഖം എന്ന് വെച്ചാൽ, എൻ്റെ ചെറിയ മോൾക്കാണെങ്കിൽ 1 മാസത്തിൽ 2-3 പ്രാവശ്യം അഡ്മിറ്റ് ആക്കേണ്ട ഒരു അവസ്ഥ പോലും വരാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പ്രയാസപ്പെട്ട് ഞാൻ ജീവിച്ച ഒരു വ്യക്തിയാണ്. 8 വയസ്സ് വരെ ഞാൻ കഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ അങ്ങേയറ്റം. എൻ്റെ മോൾക്ക് 8 വയസ്സ് ആകുന്നത് വരെ വെറും ഹോസ്പിറ്റലും കളയും ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലേക്കൂടെയാണ്. പക്ഷേ ഞാൻ തളരാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എൻ്റെ ജീവിത മാർഗം ഞാൻ തേടി എടുത്ത ഒരു ജീവിത മാർഗം ഞാൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം ഞാൻ ആഗ്രഹിച്ച് എല്ലാം ഞാൻ ഉണ്ടാക്കി കേട്ടോ. എൻ്റെ അടുത്ത് നിന്ന് പോയതും നഷ്ടപ്പെട്ടതും ഒക്കെ ഉണ്ടാക്കി എൻ്റെ മോളെ ഉപ്പയും എനിക്ക് തിരിച്ച് വന്നു. ഇങ്ങനെയുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാക്കി തന്നത് പടച്ചറബ് മാത്രമാണ്. കാരണം ആ സമയത്തൊക്കെ ഞാൻ മുഹറം മാസത്തിൽ എല്ലാ വർഷവും മുഹറം മാസത്തിൽ 10 നോമ്പ് നിയത്ത് ചെയ്ത് ഞാൻ നോറ്റുവിടും. എൻ്റെ എല്ലാ കാര്യത്തിലും അള്ളാഹുവേ നീ പരീക്ഷണം തരുന്നുണ്ടെങ്കിൽ അള്ളാഹുവേ നീ എന്നെ വിജയിപ്പിക്കണേ അല്ല, നീ പരാജയപ്പെടുത്തല്ലേ അല്ല. ഞാൻ ഉയർത്തെഴുന്നേൽക്കുന്നത് പോലെ, ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയൂലേ, അതേ രൂപത്തിലാണ് ഞാൻ എൻ്റെ ജീവിത മാർഗ്ഗങ്ങൾ ഉണ്ടായിന് കേട്ടോ. അപ്പം ഞാൻ അതാ പറഞ്ഞിരുന്നത്, നിങ്ങളെ വലിയ വലിയ പ്രയാസങ്ങൾ, ഭർത്താവിനെ കൊണ്ട് ഒരുപാട് പരാജയപ്പെടും അല്ലേ, മക്കളെ കൊണ്ട് ഒരുപാട് പരാജയപ്പെടും, വീടില്ലാതെ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും അല്ലേ, വാടക വീട്ടിലായി നിൽക്കേണ്ടി വരും. ഇതൊക്കെ ഞാൻ ഓരോ സന്ദർഭങ്ങളും കഴിഞ്ഞു പോയൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും മോട്ടിവേറ്റായിട്ട് നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വന്ന ഒരാളാണ്. ഞാൻ അള്ളാനെ മറന്നിട്ട് ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. എപ്പോഴും പള്ളിയിൽ സിയാറത്തിനായാലും എല്ലാ പള്ളി സ്ഥാനത്തും ഞാൻ പോകുന്നൊരു വ്യക്തിയാണ്. എപ്പോഴും എനിക്ക് ഓതാതെ തന്നെ, ഖുർആൻ ഓതാതെ എനിക്ക് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കാരണം എനിക്ക് ഉള്ളത് എന്നെ പഠിച്ച റബ്ബ് അല്ലേ, നമ്മുടെ അല്ല അല്ലാതെ വേറൊരാളില്ല, എനിക്ക് സഹായത്തിനില്ല, എനിക്ക് ധൈര്യം തരാൻ ആളില്ല അല്ലേ. അത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ തൻ്റെ ഇടത്തോടെ ഒരു വാടക ക്വാർട്ടേഴ്സിൽ ഞാൻ നിന്നുകൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്തെടുത്ത്
ആളെ വെച്ച് ഞാൻ ഹോട്ടലുകളിലേക്കൊക്കെ സാധനങ്ങൾ കൊണ്ടുപോയി കൊടുത്ത് ആ പൈസയെല്ലാം കളക്ട് ചെയ്ത് ഞാൻ സ്വരൂപിച്ച് കൂട്ടി എല്ലാം ഞാൻ വീണ്ടും ഉയർച്ചയിലേക്ക് എത്തണമെങ്കിൽ അന്നും ഇന്നും ഞാൻ ജോലി ചെയ്യുന്നു കേട്ടോ. അന്നും ഇന്നും ഞാൻ ജോലിയിൽ തന്നെയുള്ളത്. നിങ്ങൾ ആരും ഇന്നത്തെ ഒരുപാട് ആൾക്കാർക്ക് തോന്നും അന്നും ഈ ജമീല എന്ന് പറയുന്ന വ്യക്തി പിന്നെ എങ്ങനെയാണോ അതുപോലെ തന്നെ ഇന്നുണ്ട്. ഇന്ന് എത്ര വലിയ പദവിയിലുണ്ടെങ്കിലും തന്നെ ഞാൻ ഇന്നും ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ്. കാരണം നമുക്ക് ജോലി ചെയ്യാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ധൈര്യവും മനസ്സിന് ഒരു സന്തോഷം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അത് നമ്മൾ ജോലി ചെയ്യുന്നിടത്തോളം നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും നല്ലൊരു ഉണർവുണ്ടാവും, സന്തോഷം ഉണ്ടാവും. അതൊരു വേറെ തന്നെ ഒരു അനുഭൂതിയാണ്. കാരണം നമ്മളെ കാര്യത്തിന് മറ്റുള്ള ആളോട് ഒന്നിനൊരു ചിലവിന് കാര്യത്തിന് പൈസക്കോ ചോദിക്കാതെ തന്നെ നമ്മൾ തന്നെ കണ്ടെത്തുന്നത് ഏറ്റവും വലിയ ഉത്തമമായൊരു കാര്യമാണ്. കാരണം എല്ലാവരും ജോലി ചെയ്യാതെ തന്നെ മക്കളെ കൊണ്ടും ഭർത്താവിനെ കൊണ്ടും ഒക്കെ സന്തോഷപരമായി കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ. അത് കണ്ടിട്ട് നമ്മളിങ്ങനെ അസൂയപ്പെട്ടിട്ട് നിൽക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ വിഷമിച്ചിരിക്കുന്നുണ്ടോ, നമ്മളെ കയ്യിൽ ജോലിയുണ്ട്, നമുക്ക് മനസ്സുണ്ട് ജോലി ചെയ്യാനുണ്ടാകുമ്പോൾ നമുക്ക് വാടക വീട് ഒരു പ്രശ്നമല്ല, ഭർത്താവ് പണങ്ങിയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമല്ല, മക്കൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമല്ല, ഒന്നും ഒരു പ്രശ്നമായിട്ട് തോന്നൂല. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങളെല്ലാവരിലേക്ക് എത്തിക്കുക. ഒരുപാട് കാര്യങ്ങൾ ഇനി നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാനുണ്ട്. അതുകൊണ്ട് മടുത്ത് എന്നുള്ള ഒരു വാക്ക് നിങ്ങൾ ഇനി ഉപയോഗിക്കരുത് കേട്ടോ. അതേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. എല്ലാവർക്കും നല്ലത് വരട്ടെ, സന്തോഷം സമാധാനമുള്ള ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി തരട്ടെ. ആരോഗ്യത്തോടെ ആഫിയത്തോടെയുള്ള ദീർഘായുസ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തന്നെ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അതുപോലെ തന്നെ ഖൈറിലും ബർക്കത്തിലും നേമത്തിലും നമ്മളെല്ലാവരെയും എത്തിക്കട്ടെ. നമ്മുടെ മക്കളെ കൊണ്ട് നമ്മളെ ഭർത്താവിനെ കൊണ്ടും ഒക്കെ തന്നെ നല്ല സന്തോഷം സമാധാനമുള്ള ജീവിതം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നാളെ മറ്റൊരു വീഡിയോ വരുന്നവരേക്കും അസ്സലാമു.